കയ്യിൽ ചെടി. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ക്വിസീൻസിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിത് നിൽക്കുന്നത് കൊല്ലത്താണ്, അഷ്ടമുടി കായലിൻ്റെ തീരത്താണ്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഇന്നിവിടെ വന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസ് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. കുഴപ്പമില്ല, തെന്നി മുണ്ടങ്ങോട്ട് കൊടുക്കോ? സാരമില്ല, നമുക്ക് അറിയില്ല തെന്നി വീണത്. വെള്ളം ഉണ്ടല്ലോ അവിടെ. വെള്ളം വരുന്നുണ്ടോ? അവിടെ വരുന്നു. അല്ല, അവിടെ വരുന്നു നല്ല വെള്ളം. ഇത് ബ്രഹ്മിയാണോ? എനിക്കും വേണം. അറിയത്തില്ല. നോക്കി നോക്കി ഞാൻ നിക്കണ്ടെന്നല്ലേ പറഞ്ഞേ. അതിന് മുണ്ടില്ലാതെ പോകണ്ടിരും കേട്ടോ. നിക്കറുണ്ട്, വണ്ടി കേട്ടിട്ടില്ലേ? നിക്കറുണ്ട്, വണ്ടിയിലുണ്ട്. ഇതെന്താ സ്പ്രിംഗ് ആണ് ഇത്? നിക്കറുണ്ട്, വണ്ടി ഞാൻ പാക്ക് ചെയ്ത് വന്നോണ്ട് വണ്ടിക്കത്തുണ്ട്. പട്ടി അടിക്കുന്ന വീഡിയോ കിട്ടൂ? ഹലോ അമ്മ. ഓ അവളെത്തി. മതി കേട്ടേ. മതി കേട്ടേ, തിരിച്ചു. ഹായ്. താറാവുണ്ടോ? കോഴി കോഴി. അമ്മ ഏതിലാ പോയി പിടിക്കുന്നത്? ഇവിടെ ഇവിടെ കൊറേ ഉണ്ടല്ലേ. ഇതിനകത്തല്ലേ? ഇങ്ങോട്ട് പോയല്ലോ. എന്റെ പുറകെ വാ. നോക്കി കക്ക, നോക്കി കക്ക. ഇവിടെ തുരുമ്പ്. ഈ നിറയെ കക്ക. മീൻ മീൻ. ഇത് ഫാം എങ്ങാണ്ട? ഫാം. എന്തോ കാണിച്ചു. അപ്പൊ എപ്പോഴും മീനെ കിട്ടും. ഓരോ മാസത്തെ ഡിഫറൻസ് ഇട്ടേക്കുന്നത്.
ഒന്നിനെടുത്ത് കഴിയുമ്പോൾ അടുത്തത് വലുതാവും. ആരും തിരിച്ചു പോരുത്. മീന് വന്നിട്ടില്ലേ? അല്ലല്ല, നല്ല കച്ചവടം ഒറ്റ കൊണ്ട് മൊത്തം തീരും. ചില നല്ല ഡിമാൻഡ് ആണെങ്കിലേ മോനെ അത് കാക്കത്തുള്ള ഐലൻഡ് ആണ്. ഇതിന്റെ അടിയിലും കവർ ചെയ്തിട്ടുണ്ടോ? ഐലൻഡ് കേട്ടായേ കാക്കത്തുരുത്ത് അത് ഏതാ കാക്കത്തുരുത്ത്? അത് പ്രൊമോട്ട് ചെയ്യുക. മത്സ്യസമ്പത്ത് കുറവായതുകൊണ്ടേ കേന്ദ്രം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും. ഇവര് തമ്മിൽ ഈഗോ ഉണ്ടായിരുന്നു. കേന്ദ്ര സംസ്ഥാനം ഒരേ സർക്കാരായിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഫാമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൊല്ലത്താണ്, അഷ്ടമുടിയിലാണ് ഈ ഫാം ഉള്ളത്. ആവശ്യമുള്ളവർക്ക് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മീൻ ലഭ്യമാവുന്നതാണ്. മാറ്റി വെക്കേ അക്ഷിത. പിന്നെ അക്ഷിതയ്ക്ക് ഒരു ഗുണമുണ്ട്, മറ്റേ റൂബിയസ് ക്യൂബ് ഉണ്ടല്ലോ. എത്ര എന്ന് പറഞ്ഞ അക്ഷിത? 2 മിനിറ്റിനുള്ളിൽ 2 മിനിറ്റിനുള്ളിൽ എല്ലാം. കേരളത്തിന്റെ മത്സ്യമാണ് കരിമീൻ. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, വളർത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടും സർക്കാർ തന്നെ സബ്സിഡി ഒക്കെ കൊടുത്ത് ഓരോ വീടിന്റെയും പുറകിലാണിത്, ഓരോ വീട്ടുകാരുടെ. അവരൊക്കെ അവരുടെ വീട്ടിൽ നോക്കാനും. രാജിയുടെ വീട് അങ്ങണ്ട ഇവിടെ കണ്ടോ? അവരുടെ നിങ്ങളുടെ ഒരു മണി കഴിയുന്നുണ്ട്. എത്രാമത്തെ? ആണല്ലേ? എന്തു കേട്ടായേ? ഞാൻ ഒരു വല മുക്കിട്ട് ഒരു സ്ലാബ് തരാം. വേണം കാര്യങ്ങളെ നമ്മളുടെ പരീക്ഷിച്ച് പോയിക്കോ. മീൻ പിടിക്കാം. അതൊക്കെ നമ്മുടെ നാട്ടിൽ വീട്ടില് നമ്മളിവിടെ മേടിക്കും. ഫിഷ് പിടിക്കണ്ടായിരുന്നു. ഫിഷൊക്കെ പിടിച്ചേരും മോനെ. വിനോയ് ഒന്ന് കോരി കൊടുക്കാം. വിനോയേ വന്ന് കോരി കൊടുത്തിട്ട് വാ. ഇതിനകത്താണോ? ഇതിനകത്ത് അത് കഴിഞ്ഞ് രാവിലെ ഒരാളെ ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് അയാൾ രാജി വിളിച്ചോണ്ട് അത് പോകത്തില്ല. ആളെ കളഞ്ഞു. അതുകൊണ്ട് അവര് അന്ന് പെയിന്റ് അടിച്ചു, പ്രൈമർ അടിച്ചു. ആ കോർണർ പിടിക്കാതെ വെക്കോല. എന്തത് അതുകൊണ്ട് കിടക്കുന്നുണ്ടോ? തീർന്നില്ലേ? ആ കഴിഞ്ഞു. മൊബൈലിൽ കിട്ടുമോ? അതിന്റെ കൈയും കൊണ്ടു കിട്ടുമോ? റെക്കോർഡിംഗ് ഏതാ മീനോ? കോരുമ്പോ അറിയാലോ അതിന്റെ വലിപ്പം. അല്ല എല്ലാം ഒരുമിച്ച് മറ്റേ സൈസ് എടുക്കൂ. അല്ല, ഇതിന് ശേഷം ഈ ചെറിയ ഓട്ടയ്ക്കകത്തൂടെ കയറി തീറ്റ അത് പിന്നെ പോകത്തില്ല, ഇത് തന്നെ നിൽക്കും. നമ്മളെ ഒരു 8 മാസം കഴിയുമ്പോ ഇതിനൊന്ന് ഗ്രേഡ് ചെയ്യും. ഒരേ യൂണിഫോമിൽ ഇട്ടാനേ. പക്ഷെ എന്നാലും ഇവന്മാര് കയറി ഇടയ്ക്ക് അടിയിൽ കൂടെ കയറും. അതുകൊണ്ട് ഒരു 10 കിലോ എക്സ്ട്രാ കായലിൽ കയറും. കയ്യിൽ പുറത്തുനിന്ന് കയറും. പിന്നെ തീറ്റ എടുക്കാൻ വേണ്ടിട്ടെ. മോനെ പിടിക്കണോ? ഇപ്പൊ പിടിച്ച കൈ മുള്ളുള്ളൂ. ഞാൻ തരാം. ജമ്പ് ചെയ്യോ? എന്താ മോനെ? വെള്ളത്തിൽ തിരിച്ചു പോകണമെന്നോ? അതിനു വേണ്ടി ശ്രമിക്കില്ലേ? കുഴപ്പമില്ല. ചെമ്മനടിച്ച് പുറത്ത് വീഴും, അതേ ഉള്ളു. വെള്ളത്തിന്റെ സ്മെല്ല്.
ചെറുത്ത് വന്നാൽ ഇപ്പുറത്തോട്ടാക്കി അങ്ങോട്ട് മാറ്റി വെള്ളം കുറവാല്ല ഒരു ദിവസം വരാം. ഈ കുഞ്ഞുങ്ങളവിടെ ഹാച്ചറി ഉണ്ടോ ഇതിന്റെ? ഇല്ല, നമ്മള് അല്ലാണ്ട് മേടിക്കുവോ മറ്റേ മൺട്രോത്തുരുത്തി തന്നെ. നമുക്ക് പിന്നെ അല്ലാതെ വല്ല ഈ ഇടയ്ക്കൊക്കെ വന്ന് കയറും മലയിലേ, അതിനെ നമ്മൾ പിടിക്കും. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഈ വെള്ള കളർ കാണും, വലയുടെ കളർ കാണുമ്പോഴേ അതൊക്കെ അറിയാം. കൂടുതലും കറുപ്പ് ഉപയോഗിച്ച് നമ്മൾ പിടിക്കുന്നത്. അത്രയ്ക്ക് എന്റെ മണ്ണപ്പായം. രണ്ടും മതിയായിരിക്കുമോ? രാജുമോളെ പരാതി തീർക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഇതാണ്ടേ ഒന്ന് വെച്ചു താത്ത വെച്ചോ. ഓക്കെ വേണമായിരുന്നോ? എന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു ഒന്ന് എനിക്ക് വേണം. കൊമ്പിന് നല്ല കട്ടിയാ. ഹലോ, നടന്നു പോയിട്ട് ഓ കണ്ടോ മീനുണ്ട്, പക്ഷേ സൈസ് ഇച്ചിരി ചെറുപ്പമാ. പക്ഷെ വെയിറ്റ് ഉണ്ട്, കാണാൻ ഒരു ബർക്കത്തില്ലെന്നേ ഉള്ളു മീന്. ഈ ടൈപ്പ് മതിയോ? ഒരു ഇത് അപ്പൊ ഒരുമിച്ചെടുത്താ അതെ സെപ്പറേറ്റ് ചെയ്ത് വേണോ? ആ വലുത് കഴിഞ്ഞു, കഴിച്ചു. അതിന്റെ കൂടെ ഇട്ടാ മതിയോ? അല്ല രണ്ട് ഒന്നായിട്ട് തൂക്കാനോ? എന്തോ ഈ കളർ ഒന്നും കിട്ടത്തില്ല, നീ ചെളി ഇവിടെ ഉള്ളൂ. അത് മറ്റേ ഇതല്ലേ ഫ്രഷ് വാട്ടർ അല്ലേ? അതിന് ഉപ്പില്ല അല്ലേ? മുട്ടമീന നമ്മളുടെ കണക്ക് മറ്റൊരു ഉണ്ട് കേട്ടോ. 2000 മിനികളോ? എനിക്ക് കാണാൻ വലയിൽ കുടുങ്ങിയത്.
ആ അടുത്ത് നല്ലോണം കാണാം. ഈ കുഞ്ഞുങ്ങൾ ശരിക്കും ഉണ്ട്. എവിടെ മൊബൈൽ മാറ്റി എൻ്റെ പോകത്തില്ല. ഇതിൽ 2000 കുഞ്ഞുങ്ങളാണോ? ഇതിനെ മാറ്റുവോ? ഇനി ഒരു 7 മാസം കഴിയുമ്പോൾ ഗ്രേഡ് ചെയ്യും. ഒരു നമുക്കറിയാലോ സൈസ് ഉണ്ടല്ലോ, ചെറുതിന് യൂണിഫോമിറ്റി ഇല്ലെങ്കിലേ ഈ ചെറിയ കുഞ്ഞപ്പന്മാർക്ക് തീറ്റ കിട്ടില്ല, മറ്റേ വലിയ ആൾക്കാരെല്ലാം തപ്പിക്കൊണ്ട് പോയില്ലേ, എന്നാലും പിന്നെ വളരത്തുള്ളൂ. കറക്റ്റ് ഗ്രോത്ത് കിട്ടാതെ വേണം. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട്. അവിടെ വരുന്നത് നമ്മൾ ഈ നിൽക്കുന്നോണ്ടാ. ഈ കളർഫുൾ ഡ്രസ്സ് തന്നെ അത് വരത്തില്ല. ഡ്രസ്സോ? അവർക്കറിയാം, അവർക്ക് പേടിയാ. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് വന്ന വഴിക്ക് നമ്മൾ നിറയെ കയ്യൊന്നിയും ബ്രഹ്മിയും കണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നിർത്തി അമ്മ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട്. കയ്യൊന്നിയും ബ്രഹ്മിയും ഇട്ട് എണ്ണ കാച്ചുന്നത് വളരെ നല്ലതാണ് തലമുടിക്ക്. നല്ല ഒരുപാട് മുടിയൊക്കെ കിളിക്കും. മുടിയുടെ നിറമൊക്കെ നല്ല കറുത്ത നിറമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിന്ന് ഓരോന്നും പറിച്ചിങ്ങനെ എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കയ്യൊന്നിയും രമ്മിയും ഒക്കെ അവിടെ നിന്ന് പറമ്പിൽ നിന്ന് പറിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് പെരുമൺ പാലം കാണാൻ പറ്റും. കുറേ വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഒരു ട്രെയിൻ അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ട്രെയിൻ അവിടെ മറിഞ്ഞായിരുന്നു. അപ്പോൾ ആ പാലം നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കുന്നതൊക്കെ അഷ്ടമുടിക്കായലാണ്. ഈ കാണുന്നതൊക്കെ അഷ്ടമുടിക്കായൽ. ആ കാണുന്നതാണ് പെരുമൺ ട്രെയിൻ അപകടം നടന്ന പാലവും. വേണമെങ്കിൽ വേണം. എടുത്തിറക്കി വളർത്തെ വേണമെങ്കിൽ എടുത്തിറക്കിക്കോ. ശരിയായി ഇരിക്കട്ടെ വെച്ച്. അതിലിരിക്കേ, സീറ്റിലിരിക്കേ. ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ.